അമ്മ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ അമ്മയെ കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ്. നമ്മുടെ ഈ ഫ്രഷ് തലച്ചോറാകുമ്പോൾ നമ്മൾ പിള്ളേരെയൊക്കെ പറയത്തില്ലേ, ഫ്രഷ് ആയിട്ടുള്ള തലച്ചോറായിരിക്കുമ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് കയറും അല്ലെങ്കിൽ തലയിലേക്ക് കയറും. കുറേ ആകുമ്പോൾ നമ്മുടെ തലച്ചോറൊക്കെ അങ്ങ് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് കുത്തി നിറച്ചു പോകുമ്പോൾ കാണാപ്പാഠം പഠിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും എന്നൊക്കെ കേട്ടിട്ടും വായിച്ചിട്ടും ഉണ്ട്. അത് വല്ല സത്യം ഉണ്ടോ അമ്മേ? അത് സത്യം ഉണ്ടോന്ന് ചോദിച്ചാൽ കുറച്ച് സത്യമൊക്കെ ഉണ്ട്. ആണോ? ഇവിടെ ഇരുന്ന് പറയണതെല്ലാം മനസ്സിൽ അന്നേരം എനിക്ക് കിട്ടും. പക്ഷെ പിന്നീട് ആകുമ്പം പിന്നെ പിന്നെ വീട്ടിൽ ചെന്ന് കുറേശ്ശെ വായിക്കുന്നുണ്ട്. കഴിഞ്ഞ ഇപ്രാവശ്യം എല്ലാത്തിനും പാസ്സാകണം എന്നുള്ള ഒരു കഷ്ടിച്ചെങ്കിലും പാസ്സാകണം എന്നുള്ള ഇത് വെച്ച് പഠിക്കാൻ ഉത്സാഹം കാണിക്കുന്നുണ്ട് ഞാൻ. നമ്മള് പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോഴത്തേക്ക് മറന്നു പോകുന്ന പരിപാടി ഉണ്ടോ? അതുണ്ട് ശകലം. പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പം കുറച്ചൊക്കെ മനസ്സിൽ നിന്ന് വിട്ടുപോകും. കുത്തിയിരുന്ന് ആലോചിക്കോ അതോ അടുത്ത ആരോടെങ്കിലും ചോദിക്കോ? അയ്യോ, ചോദിക്കാനൊന്നും പറ്റിയല്ല. അവിടെ ആലോചിക്കും, പിന്നെ മനസ്സിൽ എന്തെങ്കിലും തോന്നും, അത് അങ്ങോട്ട് എഴുതി വെക്കും. ചിലത് എന്നാലും കഷ്ടിച്ച് ജയിക്കാനുള്ളത് ദൈവം തോന്നിക്കുന്നുണ്ട്, അത് എഴുതുന്നുണ്ട്. ഇംഗ്ലീഷ് മാത്രമല്ലാത്തത്. അപ്പൊ ഇനി എന്താ ആഗ്രഹം? ഇനിയിപ്പോ ആഗ്രഹം പറഞ്ഞാൽ അതെല്ലാം നടക്കുവോ? ചിലപ്പം നടന്നെന്ന് വരും. കാരണം മനസ്സിൽ ഉദ്ദേശിച്ച ആഗ്രഹങ്ങളെല്ലാം എനിക്ക് നടന്നു കിട്ടി. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. എനിക്കൊന്ന് കപ്പലിനകത്ത് കയറി കപ്പലിന്റെ അകം കാണാം. വിമാനം കഴിഞ്ഞ് ഇനി അടുത്ത കപ്പല്. അത് നേരത്തെ ഒരു പ്ലാൻ എന്റെ മനസ്സിലുണ്ടായിരുന്നതായിരുന്നു. പിന്നെ എന്താ ഇനി പഠിക്കാൻ ഒരു വാല്യൂ ഉണ്ടാകുമെന്ന് തോന്നണില്ല. അതെന്താ അങ്ങനെ പറഞ്ഞേ? അത്രയും പ്രായമായില്ലേ? പ്രായമൊന്നും കാര്യമില്ല അമ്മ. ഇപ്പൊ യൂണിഫോം ഇട്ട് പിള്ളേരുടെ ഇടയ്ക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ മനസ്സിന്റെ ധൈര്യവും അമ്മയ്ക്ക് ആ ഒരു ഇതുമൊക്കെ ഉണ്ടായിരുന്നോണ്ടാണ്, ഒരു വാശിയൊക്കെ ഉണ്ടായിരുന്നോണ്ടാണ്. അത് അങ്ങനെ പോട്ടെ, തളർന്നു പോവല്ലേ. വാശിയുണ്ട്, അത് എനിക്ക് ഇപ്പോഴും ഉണ്ട്. എന്തെങ്കിലും അത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ അത് ചെയ്യും. അതൊരു വാശി എനിക്ക് ഉള്ളതാ. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഈ ഇതുവരെയുള്ള സെമ്മിൽ ഏതെങ്കിലും ഒക്കെ പേപ്പർ പോയോ? ഏതിലാ? ഇതുവരെ സെമസ്റ്റർ പരീക്ഷ എഴുതിയിട്ട് ഏതെങ്കിലും ഒക്കെ പേപ്പർ പോയോ? നമുക്ക് എഴുതിയെടുക്കാനൊക്കെ. ഇംഗ്ലീഷിന്റെ മാത്രം പോയി. ഇംഗ്ലീഷിന്റെ മാത്രം. ബാക്കി എല്ലാം കിട്ടി. ബാക്കി എല്ലാം ജയിച്ചു. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചർ ആരാ? ആൻഡ്രിയ ടീച്ചർ. അപ്പൊ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഇപ്പം അല്ലേ? അയ്യോ, നല്ലോണം പഠിപ്പിക്കുന്നുണ്ട്. ടീച്ചറിന്റെ പരിശ്രമം ഒട്ടും കുറവില്ല. എന്റെ തലേ കയറാത്തത് ടീച്ചറിന്റെ കുറ്റമൊന്നുമല്ല. ടീച്ചർ ഓൺലൈനായിട്ടും എപ്പോ ചോദിച്ചാലും സംശയം പറഞ്ഞു തരുന്നുണ്ട്. ഇപ്രാവശ്യം ഇച്ചിരി കൂടെ ചുവനെ എന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഓൺലൈനായിട്ടും പറഞ്ഞു തരുന്നുണ്ട്. കൂടുതൽ ഇപ്പം എന്താ ചെയ്യുന്നേ? അതപ്പൊ എന്തായാലും അടുത്ത പ്രാവശ്യം ആ പേപ്പർ കിട്ടും. നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചെഴുതണം കേട്ടോ. അവിടെ ഇരിക്കുന്ന കൂട്ടുകാരെക്കാട്ടിലും ഈ പ്രായത്തിന്റെ ഒക്കെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് തലച്ചോറൊക്കെ നമ്മൾ ഒരുപാട് ഉപയോഗിച്ചത് കൊണ്ട് കുറച്ച് പാടാണ്. അവരെക്കാട്ടി കുറച്ചുകൂടെ അധ്വാനം വേണം അല്ലേ? അധ്വാനം വേണം. നല്ലോണം നമ്മള് ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റൂ. ഇപ്പൊ അങ്ങനെയായോ? രക്ഷപ്പെട്ടു പോയാ മതിയെന്നായോ? രക്ഷപ്പെട്ടു പോകണം. കാരണം ദുബായിൽ എന്നോട് ചെല്ലാനാ പറഞ്ഞേക്കണേ. ബികോം പാസ്സായിട്ട് ഞാൻ അമ്മ ഒന്നും കൂടെ വന്നേക്കാനാ പറഞ്ഞേക്കണേ. അപ്പൊ എനിക്ക് പോവണ്ടേ? പിന്നെ പാസ്സായിട്ട് അവിടെ ചെന്നിട്ട് അന്നേരമല്ലേ. ഓഹോ, അപ്പൊ അത് പ്ലാൻ ചെയ്തിട്ടില്ല. എന്തായാലും അമ്മ പാസ്സായിട്ട് അങ്ങോട്ട് വരാൻ ആരോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ പേര് നമ്മള് ദുബായ് സ്വപ്നം കണ്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? ദുബായ് സ്വപ്നം കണ്ടിട്ടുണ്ട്. ആണോ? അപ്പൊ കപ്പലിൽ കയറുന്നൊക്കെ ഇനി അവിടെ നിന്നാണോ ആവോ? അവിടെ ചെന്ന് കഴിഞ്ഞ് നമുക്ക് സാധിക്കാത്ത പലതും നമുക്ക് സാധിക്കുകയും ചെയ്തു. ഇനിയിപ്പോ പഠിക്കുവാന്ന് പറഞ്ഞപ്പം അവിടെയുള്ള മലയാളികൾക്കും അവിടുത്തെ ആ എഡിറ്റോറിയൽ ചാനലുകാരുടെ ആ ഗ്രൂപ്പുകാർക്കും ഭയങ്കര സന്തോഷമായി. ബാക്കിയുള്ള അമ്മമാരെക്കാരും നമ്മളെ ആയിരുന്നു കൂടുതൽ കെയർ ചെയ്തു. നമുക്കായിരുന്നു കൂടുതൽ അവിടെ. ഇത്രയും പ്രായം തന്നെ ഒരു അമ്മച്ചി പഠിക്കുവാന്ന് പറഞ്ഞപ്പോ, അതും ബിസാറ്റില് ബികോമിന് പഠിക്കുവാന്ന്. എന്നിട്ട് അവരെന്തൊക്കെ ചോദിച്ചു? അവർക്ക് ഭയങ്കര കൗതുകമായിരുന്നല്ലോ അല്ലെ? എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു? കൂട്ടുകാരൊക്കെ എന്ത് പറയും നിങ്ങള് അല്ലേ? അല്ല, അതന്നേരം അവിടെ അവാർഡ് തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്.
ഓരോ ഇതിലും വെച്ച് എല്ലാ അമ്മമാർക്കും അവരുടേതായ അമ്മയ്ക്കൊപ്പം എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടി. ആ, അതെ രണ്ട് അതെ. സ്ഥലത്തുനിന്ന് അവാർഡ് ഉണ്ടായിരുന്നു. ആ, അതൊന്ന് തന്നതും ഇതിനായിരുന്നു. ആ. അപ്പൊ അതിന്റെ അനുസരിച്ച് ഒക്കെ നല്ല ഒരു സ്വീകരണവും ഒക്കെ ആയിരുന്നു ദുബായിൽ. ഉം, ഉം. അത് എന്നതാണേലും ഈ ഇവിടെ പഠിക്കാൻ വിദ്യാഭ്യാസത്തിന് ഇവിടെ ഈ കോളേജിൽ വരാൻ ഒരു സാഹചര്യം ഉണ്ടായതിന്റെ ഒരു നേട്ടമാണ് എനിക്ക് ഇതെല്ലാം കിട്ടിയെന്നുള്ളത് ഞാൻ പോയാൽ അവിടെ പോയവരിൽ അത് തന്നെയാണ് സത്യം. ഏതമ്മയായിട്ടാ ഏറ്റവും കൂടുതൽ കൂട്ടായ? മോള് ചേച്ചിയായിട്ടാണോ? എല്ലാരും ഒരുപോലെയായിരുന്നു. ആണോ? ആ, എല്ലാരും ഒരുപോലെ തന്നെയായിരുന്നു. എല്ലാരും ഇങ്ങനെ എന്നെ പോലെ പാവപ്പെട്ട, അതിനകത്ത് ആ വണ്ടി ഓടിക്കണേ അമ്മ മാത്രമേ ശകലം സാമ്പത്തികമുള്ള വീട്ടിലേ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാം സാധാ മനുഷ്യരായിരുന്നു. അവർ ഓരോ തുറയിൽ ഇങ്ങനെ ഉയർത്തി വന്നവരായിരുന്നു. അതെ. ഇനി അങ്ങനെയുള്ള അമ്മമാരെ തെരഞ്ഞു പിടിച്ച് അവർക്ക് ദുബായ് നഗരം കാണിക്കാനുള്ള ഇത് വരട്ടെ എന്നാ എനിക്ക് ജഗദീശ്വരനോട് എന്റെ പ്രാർത്ഥന. എന്നെ പോലെ പല അമ്മമാർക്കും അതിനുള്ള ഭാഗ്യം സിദ്ധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിന് ഈ എഡിറ്റോറിയൽ ഒരു നിമിത്തമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഇനി ഒരുപാട് സംസാരിച്ചേ പഠിത്തം മുടക്കുന്നില്ല. പറഞ്ഞോ, ഞാൻ ചോദിച്ചോ, ഞാൻ പറയാൻ റെഡിയാന്ന് പറഞ്ഞിരിക്കുക. പക്ഷെ ഒരു 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 എന്തോ ഒരു ഉത്സാഹക്കുറവുണ്ട്. എന്തായിരുന്നു ഭക്ഷണം? ചോറ് കഴിച്ചോ? ഉത്സാഹക്കുറവുണ്ടെന്ന് പറയരുത് കേട്ടോ. ഇപ്പൊ ഞാൻ സന്തോഷമല്ലേ, ഞാൻ ഹാപ്പിയല്ലേ. ആണോ? എന്തോ ഒരു ചെറിയൊരു മിസ്സിങ്. ഇല്ല, ഒന്നുമില്ല, തോന്നണത് അത്. ആണോ? അപ്പൊ നമ്മൾ അടുത്തില്ലാത്തോണ്ടായിരിക്കും. ഉച്ച കഴിഞ്ഞല്ലേ, ശകലം ഗ്ലാമറൊക്കെ പോയി കാണുന്നേ. എന്താ കഴിച്ചേ ഉച്ചക്ക്? ഉച്ചക്ക് ചോറ്. മീൻകറിയൊക്കെ ഉണ്ടായിരുന്നോ? ആ, മീനുണ്ടായിരുന്നു. ചോറ് കെട്ടിത്തരുന്ന ആതിരയുടെ കയ്യിൽ മീനുണ്ടായിരുന്നു. ആരുടെ കയ്യിലാ? ആതിരക്കുട്ടി മീൻ കൊണ്ടുവന്നു, ഒരാള് മുട്ട കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ ഷെയർ ചെയ്തല്ലേ. ചോറ് ആരാ കെട്ടിത്തരുന്നേ? ചോറും പൊതി ആരാ തയ്യാറാക്കി തരുന്നേ? ആരും തയ്യാറാക്കാനില്ല. ഇതെല്ലാം തന്നെ വെക്കുക, തന്നെ കെട്ടുക, തന്നെ കൊണ്ടുവരിക. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല, പ്രത്യേകിച്ച് അതിന് സമയം കിട്ടിയാലല്ലോ. ഉള്ളത് കൊണ്ട് ഞങ്ങള് സന്തോഷമായിട്ട് 3 പേര് ഇരുന്ന് കഴിക്കും. പിന്നല്ല, നമുക്ക് അത്രയും ടേസ്റ്റ് വേറെ ഒരിടത്തൊന്നും കഴിക്കാൻ പറ്റില്ല. കൂട്ടുകാരുടെ ഇടയിൽ ഓരോരുത്തരുടെ കറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങള് സന്തോഷമായിട്ട് ചോറ്. ഇപ്പൊ ശരിയായി, ഇപ്പൊ സന്തോഷായി, ഇപ്പൊ ചിരിയൊക്കെ വന്നു. ഞാൻ പറഞ്ഞല്ലേ, അത് പറഞ്ഞങ്ങ് വന്നു കഴിയുമ്പോ സന്തോഷമൊക്കെ താനേ വന്നോളൂ. അതാണ്. അപ്പൊ ഇനി നമ്മൾ കാണുമ്പോ കപ്പൽ യാത്ര കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കാണണം. കപ്പൽ യാത്ര ആരെങ്കിലും കൊണ്ടുപോയെങ്കിൽ പോയി കാണാം. കൊണ്ടുപോകുന്നേ. കപ്പൽ യാത്രയ്ക്ക് പോകാൻ എനിക്ക് സാമ്പത്തികം ഉണ്ടോ? സാമ്പത്തികം ഉണ്ടായിട്ടാണോ നമ്മൾ ദുബായി പോയേ? അത് അവര് കൊണ്ടുപോയതല്ലേ. അതുപോലെ വരും ആളുകള്. അതുപോലെ ആഗ്രഹം പറയുമ്പോ ആരെങ്കിലും മുമ്പോട്ട് വന്ന് കപ്പൽ യാത്രയും കൊണ്ടുപോകും. കപ്പൽ യാത്രയ്ക്ക് പോകുമ്പോ ഞാൻ തന്നെ ആയിരിക്കുകയല്ല, ഞാൻ എന്റെ കൂട്ടുകാര് പിള്ളേരെയും കൂടെ കൊണ്ടുപോകും. അവിടെ കയറി ഒന്ന് കാണണ്ടേ. അടിപൊളി. അപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്ന അടുത്തല്ലേ കപ്പല് വരുന്നു. ഇത് കണ്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടേലേ അവർക്ക് ഇപ്പൊ അമ്മയും നിങ്ങളുടെ അമ്മയുടെ കൂട്ടുകാരെയൊക്കെ ഒന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവര് കൊണ്ടുപോകാൻ തയ്യാറായിരിക്കും കേട്ടോ. ചിലര് തുറമുഖത്ത് കപ്പൽ വരുമ്പോ ഞങ്ങൾക്ക് അതിനകം ഒന്ന് കയറി കാണാനായിട്ട് ആരെങ്കിലും സഹായിക്കുവാണെങ്കിൽ ഞാനും എന്റെ പിള്ളേരും കൂടെ പോകും.